ഇപ്പോഴും നമ്മൾ ഔട്ട്ഡോർ മാറ്റാതെ ഇൻഡോർ വെച്ചിരിക്കുന്ന രണ്ട് മീനുകളാണ് ഈ കാണുന്ന ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ. ഇവരെ നമ്മളൊരു ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റുമെന്ന് കുറച്ച് നാൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടാങ്കിൽ നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. ആ ടാങ്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ടാങ്കിലേക്ക് വിരിക്കാനുള്ള ടാർപോളിനൊക്കെ നമ്മൾ 2 ദിവസം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടാർപോളിൻ വിരിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതുപോലെ കവർ ചെയ്യാനുള്ള നെറ്റൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ടാർപോളിൻ മാത്രമാണ് നമുക്ക് വാങ്ങിക്കേണ്ടി വന്നത്. ആ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഔട്ട്ഡോറൊക്കെ ഉണ്ടാക്കുന്ന മറ്റേ ടാങ്കുകൾ പോലെ കട്ടകൾ സ്റ്റാക്ക് ചെയ്ത് വെച്ച് അതിനകത്ത് ടാർപോളിൻ വിരിച്ചുണ്ടാക്കിയ ഒരു ടാങ്കല്ല. ഇത് ഓൾറെഡി നമ്മുടെ പറമ്പ് നനയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ നാൾ മുമ്പ് സെറ്റ് ചെയ്ത് അവിടെ കിടന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ നാൾ യൂസ് ചെയ്യാണ്ട് കിടന്നിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. ഒന്നുമല്ല, കുറച്ച് പൊട്ടലും ക്രാക്കുകളൊക്കെ സിമെൻറ്റൊക്കെ ഉപയോഗിച്ച് അടയ്ക്കേണ്ടി വന്നു. മാത്രമല്ല ഈ ടാങ്ക് കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ആ ഒരു ടാങ്കിലേക്ക് നമുക്ക് എയറേഷനും ഫിൽട്രേഷനൊക്കെ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ ഈ കാണുന്ന 2 ആൽബിനോ ടൈഗർ ഓസ്കാറുകളെയാണ് ആ ഒരു ടാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സൈസ് വെച്ച് ആ ടാങ്ക് പെർഫെക്റ്റ് ആണ്. ഇവർ വലുതായി കുറച്ച് സൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടാങ്കിലേക്ക് മാറ്റേണ്ടി വരും. അതുവരെ ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ടാങ്കിൽ അവരെ വളർത്താനായിട്ട് പറ്റും. ഇപ്പോൾ ഇവർ ഇൻഡോർ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നേക്കാളും നല്ല രീതിയിൽ കണ്ടീഷൻ ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചു കൊണ്ട് വന്നപ്പോൾ കുറച്ച് വീക്കായിരുന്നു. മറ്റ് മീനുകളുടെ കൂടെയൊക്കെയാണ് ഇത് അക്വേറിയങ്ങളിൽ കിടന്നിരുന്നത്. കുറേ ഓസ്കാറുകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു. ഇവരുടെ ഫിൻസും കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻഡോർ വെച്ച് കണ്ടീഷൻ ചെയ്തതിന് ശേഷം കണ്ടില്ല, അവരുടെ ബോഡി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി. ഫിൻസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ടാങ്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. ഇതുപോലെ മരങ്ങളുടെ ഇടയിലൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇലകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ഡിസ്റ്റൻസിലാണ് ഈ ഒരു ടാങ്ക് നിൽക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നനയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കിണറുണ്ട്. അതുകൊണ്ട് വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്തിട്ട് കുറച്ച് റഫായിട്ടുള്ള പ്ലാസ്റ്റിക് ആദ്യം വിരിക്കാനുണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ടാർപോളിൻ വിരിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ടാർപോളിൻ ഒഴുകി ഈ ടാങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ട ബാക്കി സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ടാർപോളിൻ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പാണെന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ടാർപോളിൻ വാങ്ങാനായിട്ട് ഇതിൻ്റെ അളവെടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ് സൈസ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതായത് എക്സാക്റ്റ് സ്ക്വയർ അല്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 ഫീറ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഫീറ്റ് ആണ്. അപ്പോൾ കറക്റ്റ് സ്ക്വയർ അല്ല. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഒരു 2 അടി 4 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട്. പിന്നെ 5 അടി നീളവും 4 അടി വീതിയും വരുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഡയമെൻഷനാണ്. ചെറിയ സൈസ് മീനുകൾക്കൊക്കെ ഈസി ആയിട്ട് വളരാം. അതുപോലെ സിംഗിൾ പീസ് ജയൻറ്റ് കോരാമീനൊക്കെ നമുക്ക് ഇതിനകത്ത് വളർത്താം. വലിയ സൈസ് ആവുന്നത് വരെ പറ്റില്ല എങ്കിലും കുറച്ച് സൈസ് ആവുന്നത് വരെയൊക്കെ ഈ ഒരു ടാങ്കിൽ വളർത്താം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ 2 ആൽബിനോ ടൈഗർ ഓസ്കാറുകൾക്ക് ഇതൊരു പെർഫെക്റ്റ് സൈസാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതിനകത്താണ് നമുക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ടാർപോളിനും കാര്യങ്ങളെല്ലാം വിരിച്ചതിന് ശേഷം നമ്മൾ 25% ആൽഗെ വാട്ടർ നിറച്ചിട്ട് പിന്നെ ബാക്കി വെള്ളമായിരിക്കും നമ്മൾ ഫ്രഷ് വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നെറ്റിട്ട് കവർ ചെയ്ത് നമ്മളൊരു 3 ദിവസം വെള്ളം കണ്ടീഷൻ ആവാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മൾ ഈ ഓസ്കാറുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 ദിവസം വെള്ളം കണ്ടീഷൻ ആവാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിനുള്ളിൽ നമ്മൾ PVC സൈഫണുകളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഓവർഫ്ലോ സൈഫൺ വിത്ത് എക്സ്റ്റൻഷൻ, പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള PVC സൈഫൺ, ഇതൊക്കെ ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓസ്കാറുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് എയറേഷൻ കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഓസ്കാറുകളുടെ സൈസ് കുറച്ച് ചെറുതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വീക്കിലി വാട്ടർ ചേഞ്ച് കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് മഴവെള്ളം വീഴാതെ നോക്കുക എന്നുള്ളതാണ്. അത് മഴക്കാലത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ പീസ് ടാർപോളിൻ വാങ്ങി ഇടുന്നുണ്ട്. ഈ ഒരു ടാങ്കിൻ്റെ ഡയമെൻഷൻ വെച്ച് നമുക്കൊരു 6x6 ടാർപോളിൻ വാങ്ങിയാൽ മതി. കവർ ചെയ്യാനായതുകൊണ്ട് 60 GSM അല്ലെങ്കിൽ 90 GSM വാങ്ങിയാലും മതി. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ടാങ്ക് കവർ ചെയ്യാം. മഴക്കാലത്ത് ഒരു തരി വെള്ളം പോലും ഇതിലേക്ക് വീഴാതെ നമുക്ക് ഈസി ആയിട്ട് നോക്കാം. അപ്പോൾ ഓസ്കാറുകൾ ഫുള്ളായിട്ട് തന്നെ മഴക്കാലത്തും സേഫായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ടാർപോളിൻ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12x12 ആണ്. പണ്ടൊക്കെ ഞാൻ ചെറിയ ടാർപോളിൻ ആണെന്നുണ്ടെങ്കിൽ 120 GSM തന്നെയാണ് വാങ്ങാറുള്ളത്. പിന്നെ ഞാൻ 90 GSM ആക്കി. ഇപ്പോൾ 90 GSM വാങ്ങാൻ ചെന്ന സമയത്ത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ 70 GSM തന്നെയാണ് വാങ്ങിയത്. ചെറിയ സൈസിലുള്ള മീനുകളെ വളർത്താനാണെന്നുണ്ടെങ്കിൽ 90, 120 ഒക്കെ കുഴപ്പമില്ല. വലിയ സൈസുള്ള മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 500 GSM ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ 200 GSM ടാർപോളിനൊക്കെ ഉപയോഗിച്ച് നമുക്ക് തട്ടിക്കൂട്ടിയൊക്കെ ഈ ഓസ്കാറുകളെയും ജയൻറ്റ് കോരാമീനൊക്കെ വളർത്താം. കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രം. റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മീനുകളെ വളർത്താനായിട്ട് 500 GSM ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടാങ്കിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീനുകളെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.